ഇന്നലത്തേതിനേക്കാൾ മാറ്റമില്ലാതെ ഇന്ന് വ്യാപാരം തുടങ്ങാമെങ്കിലും വളരെ ഉയർന്ന തോതിലുള്ള കയറ്റിറക്കങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. രൂപയുടെ മൂല്യത്തിലുണ്ടായിട്ടുള്ള വലിയൊരു ഇടിവും ഒപ്പം തന്നെ വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ തുടരുന്ന വിൽപ്പനയുമാണ് ഇപ്പോൾ നമ്മുടെ വിപണിയെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ. ആഗോള സാഹചര്യങ്ങൾ തൃപ്തികരം തന്നെയാണ്. എന്നാൽ ആഭ്യന്തര ഘടകങ്ങൾ പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസം പുറത്തു വന്ന റിസർവ് ബാങ്കിന്റെ പണനയ അവലോകന യോഗത്തിന് ശേഷമുള്ള നിരക്ക് കുറയ്ക്കൽ വിപണിയെ വേണ്ട രീതിയിൽ പ്രോത്സാഹിപ്പിക്കാനായില്ല. ബജറ്റിന് വിപണിയെ പ്രോത്സാഹിപ്പിക്കാനായില്ല. കമ്പനികളുടെ പ്രവർത്തന ഫലങ്ങൾക്കും വേണ്ട രീതിയിൽ വിപണിക്ക് പ്രോത്സാഹനം നൽകാനായില്ല. അതുകൊണ്ട് തന്നെ ആഭ്യന്തര ഘടകങ്ങൾ അത്ര അനുകൂലമാണെന്ന് പറയാൻ വയ്യ. ഒപ്പം തന്നെ ഈ രീതിയിൽ രൂപയുടെ മൂല്യത്തിലുണ്ടായിട്ടുള്ള വലിയൊരു ഇടിവും വിപണിയെ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് രണ്ട് തരത്തിലാണ് വിപണിയിൽ ഒരു പ്രകടനം ഉണ്ടായിരിക്കുന്നത്. രൂപയുടെ മൂല്യത്തിലുണ്ടായിട്ടുള്ള ഒരു ഇടിവും ഒപ്പം തന്നെ വിപണി താഴോട്ട് നീങ്ങുന്നു. ഈ രണ്ട് ഘടകങ്ങളും പ്രതികൂലമായി നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇനി ഏതെല്ലാം രീതിയിൽ വിൽപ്പന തുടർന്നേക്കും എന്നുള്ള കാര്യത്തിൽ ഒരു ആശങ്കയുണ്ട്. വിൽപ്പന തുടരും തോറും അത് കൂടുതൽ സമ്മർദ്ദത്തിലാക്കിയേക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. നിലവിലെ സാഹചര്യത്തിൽ സാങ്കേതികമായി 23,300 എന്ന നിലവാരമാണ് മുൻനിര സൂചിയായി നിഫ്റ്റിക്ക് പ്രധാനം. ആ ഒരു നിലവാരത്തിന് താഴേക്ക് നീങ്ങുകയാണെങ്കിൽ തീർച്ചയായും കുറച്ച് നാളുകൂടെ വിൽപ്പന സമ്മർദ്ദം തുറന്നേക്കാൻ. മറിച്ചാണെങ്കിൽ 23,600 ഒരു പ്രതിരോധ നിലവാരമായി കണക്കാക്കുന്നത്. ആ നിലവാരത്തിന് മുകളിൽ നിലനിന്ന് വ്യാപാരം നടക്കുന്ന ഒരു സാഹചര്യത്തിൽ മാത്രം മുന്നോട്ട് നീങ്ങാനുള്ള സാധ്യത കാണുന്നു. എന്തായാലും ഇന്നലത്തേതിനേക്കാൾ മാറ്റമില്ലാതെയായിരിക്കും വ്യാപാരം തുടങ്ങുക.